Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകാതെ എന്നും വർദ്ധിച്ചു വരുമാറാകണം. In our lives, our faith in Jesus should always keep increasing. മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 23 പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. Mark chapter 11 verse 23 says, "Truly I tell you, if anyone says to this mountain, go throw yourself into the sea, and does not doubt in their heart, but believes that what they say will happen, it will be done for them." ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതാണ്. Faith is something that is in our hearts. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ആമേൻ കൽപ്പിച്ചാൽ പറഞ്ഞാൽ അത് സംഭവിക്കും. That's the reason why it said, do not doubt in your heart, but believes what they say, it will happen. ഈ വചനം ഈ മെലേക്ക് യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ വിശ്വാസം വർദ്ധിക്കുക മാത്രമല്ല, അവരുടെ പ്രശ്നത്തെ നോക്കി അവർ വിശ്വാസത്തോടെ കൽപ്പിക്കുകയും അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണാൻ പോകുകയാണ്. This word will be the reason for many to increase in their faith, for those who watch in Melek YouTube channel, and they will speak against all the problems that they have in their lives. നമ്മുടെ വിശ്വാസം തകർക്കുന്നവൻ നമുക്ക് മുമ്പായി പുറപ്പെടുന്നു എന്നുള്ളതാണ്. Our faith is that all the problems in front of us will be destroyed by the one we have put faith in. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. Our king will always walk in front of us. വിശ്വാസത്താൽ നാം പ്രഖ്യാപിക്കുന്ന വാക്കുകളുടെ മുൻപിൽ പാതാള ശക്തികൾ വിറയ്ക്കുവാനിടയായിത്തീരും. The words that we say with faith will cause hell to tremble. നിങ്ങൾ യേശുവിൻ്റെ നാമം പ്രഖ്യാപിക്കുമ്പോൾ പാതാള ശക്തികൾക്ക് അവിടെ നിൽക്കുവാൻ കഴിയുകയില്ല. When you declare the name of the Lord, that is when hell trembles. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഒരു വാൾ കയ്യിലെടുക്കുകയാണ്. When you start speaking words of God and declare it, you are using a sword. ദൈവവചനം അത് ആത്മാവിൻ്റെ വാളാണ്. God's word is a spiritual sword. When you speak the word of God, you are holding on sword. നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഒരു വാളിനെ ഉപയോഗിക്കുകയാണ്. അത് നാം മറന്നു പോകരുത്. You should not forget this. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണമെന്ന് പറയുന്നു. That's the reason why scripture tells us that for righteousness sake you should believe in your heart, and for salvation you should declare it with your mouth. നിങ്ങൾ വിശ്വസിക്കുക. You need to believe it. നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. You need to declare it. നിങ്ങൾ വലിയ അത്ഭുതങ്ങൾ കാണാൻ പോകും. You are going to see great miracles. ഈ പ്രസംഗിച്ച വചനം ദൈവത്തിന്റെ വചനമാണ്. The words that's been preached is the word of God. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. These words will turn your life around. നിങ്ങൾ എത്ര ഗുരുതരമായ പ്രശ്നത്തിലാണെങ്കിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഈ വചനം നിമിത്തം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുവാനും ഇടയായിത്തീരും. No matter what terrible situation you are in, because of this word, your life is going to turn around because of the word of God. എല്ലാ ടെറിബിൾ സിറ്റുവേഷനും ഒരു ബ്ലെസ്സിംഗ് സിറ്റുവേഷൻ ആക്കി ദൈവം മാറ്റിയെടുക്കും. God is going to turn every terrible situations in your life into a blessing situations in your life. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക. You need to believe in your heart. നിങ്ങളുടെ വിശ്വാസം, your faith, അത് വിജയത്തെ കൊണ്ടുവരും. it will bring victory. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I am going to pray for you. ഒരു വിക്ടോറിയസ് ഡോർ, ഒരു വിക്ടോറിയസ് ലൈഫ് ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോകുന്നു. God is about to open a victorious door and a victorious life before you. കർത്താവേ, ഈ ജനത്തെ ബ്ലസ് ചെയ്യണം.
Lord, I bless these people. അങ്ങയുടെ കരം ഇവരെ തൊടണമേ. May your hand touch them. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. May your glory descend upon them. യേശുവിന്റെ നാമത്തിൽ In Jesus' name. ഈ ജനത്തിന്മേൽ അങ്ങയുടെ കരം നീട്ടണമേ. Oh Lord, stretch forth your hand upon ഇപ്പോൾ these people. ഇവർ ഏത് സ്ട്രെസ്ഫുൾ അവസ്ഥയിൽ ഇരിക്കുന്നോ അതിൽ ഇവർ സ്വതന്ത്രരാകട്ടെ. In all the stressful situations they are in, Lord, let them be free from them. അത് ഫിനാൻസ് ആകട്ടെ, ഹെൽത്ത് ആകട്ടെ, ഫാമിലി ആകട്ടെ, ജോലി ആകട്ടെ, മിഷണറി വർക്ക് ആകട്ടെ, റൂളിംഗ് മേഖലയിലാകട്ടെ, ഓൾ ഏരിയാസിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. Be it in financial areas, pastoral areas, family areas, work areas, in all areas, may there be a breakthrough. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. Amen. Amen. God bless you. Love you. നിങ്ങളുടെ വിശ്വാസം സ്ട്രോങ് ആയിരിക്കട്ടെ. അത് മലകളെ നീക്കുന്ന വിശ്വാസമായി തീരട്ടെ. Love you. God bless you. I love you. May your faith be the reason to move away mountains. I love you. God bless you.